വയനാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് എനിക്ക് പിന്നിൽ കാണുന്നത്, കൈനാട്ടി. ഇവിടെ നിന്നാണ് ദേശീയപാതയിൽ നിന്ന് മാനന്തവാടിക്കും സുൽത്താൻ ബത്തേരിയിലേക്കും തിരിഞ്ഞു പോകുന്ന ജംഗ്ഷൻ. കൽപ്പറ്റയിലെ പ്രധാന ആരോഗ്യ കേന്ദ്രമായ ജനറൽ ആശുപത്രി ജംഗ്ഷനിലാണ്. അവിടെ ദേശീയപാതയോരത്തെ സ്ലാബിൽ കൂടിയാണ് ഞാൻ നടക്കുന്നത്, ഫുട്പാത്തിൽ കൂടിയാണ് നടക്കുന്നത്. പക്ഷേ ഫുട്പാത്ത് ഇവിടെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ ഇതാ ഫുട്പാത്ത് തീരെയാണ്. നേരെ താഴെ ഓടയാണ്. ഓടാന്ന് പറയാൻ പറ്റില്ല, മലയെന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. ശരിക്കും ഒരു ചെറിയ തോട് തന്നെയാണ്. ഇവിടെ ഒരു മുന്നറിയിപ്പില്ല, ഒരു തടസ്സമില്ല, ഒന്നുമില്ല. നടന്നു വരുന്ന ആൾ പകലാണെങ്കിൽ, പ്രത്യേകിച്ച് രാത്രിയാണെങ്കിൽ നേരെ ഇതിലേക്ക് വീഴും. പലതവണ പരാതി കൊടുത്തതാണ്, പലതവണ വാർത്തകൾ വന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം വെക്കാനോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ശാശ്വതമായി സ്ലാബുകളിട്ട് ഇത് പരിഹരിക്കാനോ ഉള്ള ഒരു നടപടിയും ദേശീയപാത വിഭാഗം അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. നഗരസഭയോട് പറയുമ്പോൾ അത് ദേശീയപാതയാണ്, അത് ദേശീയപാതയുടെ ഭാഗമാണ്, ദേശീയപാത വിഭാഗം ആണ് ചെയ്യേണ്ടത്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ എന്നാണ് പറയുന്നത്. പക്ഷേ എത്രയോ വർഷമായിട്ടും ഇതേ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. വണ്ടികളുടെ ഒരുപാട് തിരക്കുള്ള റോഡാണ്. പക്ഷെ നടന്നു പോയ ഒരുപാട് പേര് ഈ ഡ്രെയിനേജിൽ വീഴുന്നുണ്ട്. ഒരുപാട് കാലമായി ഇതിപ്പോൾ ഒരു 4-5 വർഷം മേലെ ആയിരിക്കും ഇത് നടന്നു. എത്ര മുറേ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല. മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് നേരെ പോണത് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കോയിൽ പുഴയിലേക്കാണ് പോയി ചേരുന്നത്. അത്രയും ശക്തമാണ്. ഇവിടെ കണ്ട് വിട്ട് കഴിഞ്ഞാലുണ്ട്, ഇതിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇനി ആരും അതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് പോലും അറിയാൻ പറ്റൂല. ഇതിപ്പോൾ നേരത്തെ ഞാൻ നിന്നതിൻ്റെ മറുവശത്തുനിന്ന് വരുന്ന ഭാഗമാണ്. അവിടെയാണെങ്കിൽ ഇത് ദേശീയപാതയാണ്. നല്ല സ്പീഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ ഈ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറും. ഇവിടെ സ്ലാബില്ല, ഈ സൈഡിലുള്ള കെട്ട് ഏതാണ്ട് 1.5 അടി വീതിയിലുള്ളൊരു വഴിയാണുള്ളത്. ഇതിൻ്റെ മുകളിൽ കൂടിയാണ് ആളുകൾ പോകുന്നത്. അതും ഈ ബൈപ്പാസ് ജംഗ്ഷൻ്റെ അപ്പുറത്താണ് ബീവറേജിൻ്റെ ഔട്ട്ലെറ്റ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ ഒറ്റയടി പാത എന്നൊക്കെ പറയുന്ന ഈ കോൺക്രീറ്റ് ഭാഗത്തുകൂടിയാണ് പോവുക. ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ വീതി കുറഞ്ഞു വരും. സ്വാഭാവികമായും രാത്രിയൊക്കെ ആണെങ്കിൽ ആളുകൾ ഈ വെള്ളത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്രയും അപകട സാധ്യതയുള്ളൊരു സ്ഥലം ജില്ലാ ആസ്ഥാനത്തെ പ്രധാന ജംഗ്ഷനിലാണ്. ഇതുവരെ 5-6 വർഷമായി ഇതേ രൂപത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.